പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ എംഡിമാരായി ബന്ധുക്കളെ നിയമിച്ചതിൽ മന്ത്രി ഇ.പി. ജയരാജനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് മടിക്കുമോ അതോ മഞ്ഞക്കാർഡ് കാണിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? ആദ്യഘട്ടത്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സൂപ്പർ പ്രൈം ടൈം ശ്രീ എം ലിജു, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെയാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് ബന്ധു നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന്. പ്രതീക്ഷയുണ്ടോ പാർട്ടിക്ക് ഈ നിയമനവും ഇത് തുടർന്നുണ്ടായ വിവാദങ്ങളുമെല്ലാം അന്വേഷിക്കാൻ വിജിലൻസ് തയ്യാറാകും എന്ന്? നിയമപരമായി ഈ വിഷയം അന്വേഷിച്ച് കേസെടുക്കുവാൻ വിജിലൻസ് ബാധ്യസ്ഥമാണ്. അഴിമതി നിരോധന വകുപ്പിലെ സെക്ഷൻ 13D(1) പ്രകാരം വളരെ വ്യക്തമായി തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് പദവിയും അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളും ഉണ്ടാകുവാൻ ശ്രീ ഇ.പി. ജയരാജൻ ശ്രമിച്ചു എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ അതിലെ തന്നെ സെക്ഷൻ 15 പ്രകാരം 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ശിക്ഷയാണിത്, ഒരു കേസാണിത്. സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ, ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ ഇത് സംബന്ധിച്ച് പരാതി നൽകുമ്പോൾ വിജിലൻസ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി FIR രജിസ്റ്റർ ചെയ്യുക എന്നത് പ്രാഥമികമായി തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ബഹുമാന്യനായ വിജിലൻസ് ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് ആകട്ടെ, അദ്ദേഹം അധികാരത്തിലെത്തിയ സമയം മുതൽ തന്നെ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പരസ്യ പ്രതികരണം നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം ചില കാർഡുകളൊക്കെ നാട്ടുകാരെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അത്തരമൊരു കാർഡ് ഇവിടെ പ്രയോഗിക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള സമൂഹം മുന്നോട്ട് പോകുന്നത്. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അത്തരം ഒഴിവാക്കലുകൾ ഉണ്ടാകുന്നത് എന്നായിരിക്കും കേരള സമൂഹം വിശ്വസിക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ഞങ്ങളുടെ ദൗത്യം നിറവേറ്റും. വളരെ ശക്തമായി തന്നെ നിയമപരമായും അല്ലാതെയുമുള്ള എല്ലാ വഴികളിലൂടെയും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ കാർഡടച്ച് വെടിവെക്കലാണ്. ഇപ്പോൾ ജയരാജന്റെ 2 ബന്ധുക്കൾക്കെതിരെയുള്ള ആരോപണം, ഇതിൽ ജയരാജൻ ഇടപെട്ട് നിയമനം നടത്തിയെന്ന ആരോപണം. അതിനു പുറമെ മറ്റ് ചില CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കൾക്ക് നൽകിയ നിയമനത്തെക്കുറിച്ചുള്ള ആരോപണം. ഇത് വന്നതിന് ശേഷം ഒട്ടേറെ നിയമനങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പല കോണുകളിൽ നിന്നും. അതിൽ ചിലത്, ഉദാഹരണത്തിന് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ മകന്റെ കാര്യത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ UDF സർക്കാർ നടത്തിയ നിയമനമാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ അവർ പഴി കേൾക്കുകയാണ്. ഇങ്ങനെ പല കോണുകളിൽ നിന്നും അർഹമായ നിയമനങ്ങളായിട്ട് പോലും പഴി കേൾക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? CPM നേതൃത്വം ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്? അത് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന സംശയം കോൺഗ്രസിനുണ്ടോ? ഞങ്ങളെന്താണെങ്കിലും വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ആരോപണമാണ് ശ്രീ ഇ.പി. ജയരാജനെതിരെ ഉന്നയിച്ചത്. സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തു. KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പ്രതികരിച്ചു. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ V.S. അച്യുതാനന്ദൻ പോലും ആരോപണം ശരിയാണ് എന്ന് അദ്ദേഹം ശരിവെച്ചു. ശ്രീ ഇ.പി. ജയരാജൻ മുൻപ് ആ നിയമനം പിൻവലിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ വളരെ റെസ്പോൺസിബിളായ ഉത്തരവാദിത്തമുള്ള ആരോപണങ്ങളാണ്. പിന്നെ ഇത്തരമൊരു കാര്യം പുറത്തു വരുമ്പോൾ അതിനനുബന്ധിച്ച മറ്റു കാര്യങ്ങളും പുറത്തു വരുന്നത് സ്വാഭാവികമാണല്ലോ. ഇപ്പോൾ P.K. ശ്രീമതി ടീച്ചറിൻ്റെയും ഇ.പി. ജയരാജൻ്റെയും ബന്ധുവിൻ്റെ കാര്യം പുറത്തു വന്നപ്പോൾ ഇന്നിപ്പോൾ കാണുന്ന വാർത്ത ശ്രീ പിണറായി വിജയൻ്റെ ബന്ധുവിന് നിയമനം കൊടുത്തു എന്ന വാർത്തയാണ്. സ്വാഭാവികമായും CPM-ന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണമല്ലോ ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുന്നത്. ജയരാജൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പിണറായിയുടെ കാര്യം പുറത്തു വന്നു. ഇനി മറ്റുള്ള ഇപ്പോൾ ശൈലജ ടീച്ചറിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വന്നതായി വാർത്തകൾ ഞാൻ കണ്ടു. പക്ഷേ ഇതൊക്കെ ഈ ആരോപണങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമ്പോൾ ഇതിലും സ്വജനപക്ഷപാതമുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ദൗത്യം നിർവഹിക്കും. ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത് അടിക്കുള്ള തിരിച്ചടി CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, CPM-നുള്ളിൽ നിന്നുണ്ടാകുന്നതാണ്. ജയരാജൻ പക്ഷത്തിൻ്റെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ പിണറായി പക്ഷത്തിൻ്റെയും ശൈലജ ടീച്ചറിൻ്റെ ചില കാര്യങ്ങൾ പുറത്തു വന്നതേ ഉള്ളൂ. അതിനൊന്നും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. അതിനെ സംബന്ധിച്ച വസ്തുതകൾ ഞങ്ങൾ അന്വേഷിക്കും. വസ്തുതകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിയമപരമായ നടപടികളിലൂടെയും അല്ലാതെയും പൊതുസമൂഹത്തിന് മുമ്പിലും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ എന്തായാലും UDF ലക്ഷ്യമിടുന്നത് ഈ 2 നിയമനങ്ങൾ, ഇ.പി. ജയരാജൻ നേരിട്ട് നടത്തിയ ഈ 2 നിയമനങ്ങൾ, അതോടൊപ്പം തന്നെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധുക്കളുടെ നിയമനങ്ങൾ, ഈ കാര്യങ്ങളിലേക്ക് മാത്രം, അതായത് 5 നിയമനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് UDF ആരോപണം ഉന്നയിക്കുന്നത് എന്നാണോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധുവിനെതിരെ ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ശൈലജ ടീച്ചറുടെ മകനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ഇതൊന്നും UDF ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നേരത്തെ പുറത്തു വന്ന ഈ 5 നിയമനങ്ങൾ ഇതാണ് ശരിക്കുമുള്ള അനർഹ നിയമനങ്ങൾ എന്ന് കണ്ടുകൊണ്ട് ഇതിലേക്ക് കേന്ദ്രീകരിക്കുകയാണോ UDF നേതൃത്വം? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ചില നിയമനങ്ങൾ അർഹതയ്ക്ക് അംഗീകാരവും
മറ്റു ചിലത് അനർഹരാണ് എന്നുള്ള മുൻവിധിയൊന്നും UDF-നില്ല. ഞങ്ങളതിനെ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി മാത്രം ഓരോ വിഷയങ്ങളെ സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആദ്യം പുറത്തു വന്നത് ശ്രീ പി ജയരാജൻ്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. അതിൽ തന്നെ സുധീർ നമ്പ്യാരെ സിനു ടീച്ചറിൻ്റെ മകനെ നിയമിച്ച ഉത്തരവ് സ്വാഭാവികമായും അത് സ്വജനപക്ഷപാതമാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ആ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നത്. അത് സംബന്ധിച്ച് CPM-ന് തന്നെ അതിനകത്ത് കുറ്റം സമ്മതിക്കേണ്ടി വന്നത്. പക്ഷേ തെറ്റ് സമ്മതിച്ചുകൊണ്ടോ ഒരു കാര്യം പിൻവലിച്ചതുകൊണ്ടോ ചെയ്ത തെറ്റും സ്വജനപക്ഷപാതവും ഇല്ലാതാകുന്നില്ല. അഴിമതി നിരോധന വകുപ്പിൻ്റെ പരിധിന്നത് ഇല്ലാതാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് കൃത്യമായി ഞങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ആദ്യമൊക്കെ പുറത്തു വന്നിരിക്കുന്ന ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്, ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ ഓരോ വിഷയവും അത് ഞങ്ങൾ ഓരോ കേസും വസ്തുനിഷ്ഠമായി പരിശോധിച്ച് അർഹതയുണ്ടോ, ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. അതല്ലാതെ കേവലം ഒരു ആരോപണത്തിൻ്റെ മാത്രം പിന്നാലെ പോകാൻ ഞങ്ങളില്ല. വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ഓരോ വിഷയങ്ങളിലും ശക്തമായ ഇടപെടൽ നടത്തി കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ, ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് ഇടപെടുകയാണ്. ലിജു, ശ്രീ VV രാജേഷ്, BJP-യും പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJP-യുടെ ലക്ഷ്യം കോടതിയിലേക്ക് പോവുക എന്നാണ്. BJP കോടതിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണല്ലോ. കാരണം ജേക്കബ് തോമസ് ആണ് വിജിലൻസിന്റെ ഡയറക്ടർ പദവിയിൽ ഇരിക്കുന്നത്. 0 ടോളറൻസ് റേറ്റ് എന്ന പ്രഖ്യാപനം അദ്ദേഹം ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ. അതിനാൽ തന്നെ നിയമപരമായി സാധ്യമാണ് എങ്കിൽ EP ജയരാജനെതിരെ കേസ് ഉണ്ടാകും എന്ന് തന്നെയുള്ള പ്രതീക്ഷയല്ലേ BJP-ക്കുള്ളത്? BJP കോടതിയിലേക്ക് പോകേണ്ടാത്തൊരു സാഹചര്യം വരണമെങ്കിൽ വിജിലൻസ് ഡയറക്ടർ ഈ വിഷയത്തിൽ കേസെടുക്കണം. ഇതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാത്തത് 4 ദിവസമായി പരാതി നൽകിയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. റിയാബ് നടത്തിയ അഭിമുഖത്തിൽ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആൾക്കാരെ നിയമിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് രൂപീകരിച്ച റിയാബ് നടത്തിയ അഭിമുഖത്തിൽ പോലും പങ്കെടുക്കാത്ത സുധീർ, അതോടൊപ്പം തന്നെ വ്യവസായ വകുപ്പ് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത് മന്ത്രിയുടെ നോട്ടുണ്ട് ഈ വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ളത്. അത് തികച്ചും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അങ്ങനെ ഇത്രയും വളരെ വ്യക്തമായിട്ടുള്ള 2 തെളിവുകൾ ഉണ്ടായിട്ട് പോലും ഒരു 4 വകുപ്പ് സെക്രട്ടറി അങ്ങനെ ഒരു പരസ്യമായ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെടാൻ ഒരു മൊഴിയുടെ രൂപത്തിലോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. വിജിലൻസ് മൊഴി വരുന്നത് എപ്പോഴാണ്? പിന്നീട് മറ്റോ ചെയ്താലേ വരികയുള്ളൂ. എന്നാലും ഒരു പരസ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, വ്യവസായ അന്വേഷിക്കട്ടെ. വിജിലൻസ് അന്വേഷിക്കുമ്പോഴേക്കും അദ്ദേഹം സ്വാഭാവികമായും വിജിലൻസിന് മൊഴി കൊടുക്കും. അദ്ദേഹം വിശ്വസനീയമായ കേന്ദ്രങ്ങളോട് ചില മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ലോ ഞങ്ങൾക്കൊക്കെ ഇത് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും റിയാബിൻ്റെ അഭിമുഖത്തിൽ പോലും സുധീർ നമ്പ്യാർ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രവുമല്ല, ചെയ്തത് തെറ്റായി പോയതുകൊണ്ടാണല്ലോ അവർ അത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത്. ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് 4 ദിവസമായി പരാതി ലഭിച്ചതിന് ശേഷം വിജിലൻസ് ഡയറക്ടർ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ക്വിക്ക് വെരിഫിക്കേഷനോ FIR എടുക്കുവാനോ ഒക്കെ മടിക്കുന്നത് എന്നാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആവശ്യം വന്നു കഴിഞ്ഞാൽ BJP കോടതിയിലേക്ക് പോകേണ്ടി വരും എന്നുള്ള തരത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ്. അഴിമതിക്കെതിരെ ഞങ്ങൾ സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും സന്തതകാരിയായ വ്യക്തി ഇത്രയും ഭീകരമായ അഴിമതി കാട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ വൈകുന്നേരം മാത്രമാണ് ഗൗരവമാണെന്ന് മുഖ്യമന്ത്രി പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രി ആദ്യം മുതൽ തന്നെ ജയരാജനെതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരു ഘട്ടത്തിലും ഈ നിയമന വിവാദം ഉണ്ടായതിനു ശേഷം EP ജയരാജനെ പിന്തുണയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. മഞ്ജുഷ്, മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ തയ്യാറായി എന്നല്ല ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി ഇത്രയും സമയമായിട്ടും വിജിലൻസ് ഡയറക്ടറും മുഖ്യമന്ത്രിയും തമ്മിൽ നേരിട്ട് കണ്ടാൽ മാത്രമേ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാവുള്ളൊന്നുമില്ലല്ലോ. മാത്രവുമല്ല, ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പെർമിഷൻ കിട്ടാൻ വേണ്ടി വിജിലൻസ് ഡയറക്ടർ കാത്തിരിക്കുകയാണ്. അതിനർത്ഥം ഒരു അഴിമതി നടന്നു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ പോലും മുഖ്യമന്ത്രിയുടെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ, അത് മന്ത്രിയായാൽ പ്രത്യേകിച്ചും, തനിക്ക് FIR എടുക്കുവാൻ സാധിക്കുകയുള്ളൂ, QV നടത്തുവാൻ സാധിക്കുകയുള്ളൂ. VV രാജേഷ്, ഇതിന് സമയം, ഇത് പെട്ടെന്നൊരു പരാതി കൊടുത്ത് ഉടനെ തന്നെ കേസെടുക്കുവാനോ ഒന്നും സാധ്യമല്ലല്ലോ. ഇതിന്റെ നിയമപരമായ പല സാഹചര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് വിജിലൻസ് ഡയറക്ടർക്ക്. ഇപ്പോൾ ഇന്നലെയാണ് രമേശ് ചെന്നിത്തലയുടെ പരാതി കിട്ടിയത്. വി മുരളീധരന്റെ പരാതി എന്നാണ് കിട്ടിയത്. അതാണ് താങ്കൾ പരിശോധിക്കുവാൻ സമയം വേണം. പഴയ കോടതി വിധികൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത് 13(1)D പ്രകാരം അഴിമതി നിരോധന നിയമത്തിലെ 13(1)D പ്രകാരം കേസെടുക്കണം എന്നാണ്. പക്ഷെ അതിനേക്കാൾ ശക്തമായ വകുപ്പുണ്ട്, 15-ാമത്തെ വകുപ്പ്.
ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റിയ വകുപ്പ്. പക്ഷേ ആ വകുപ്പിന്റെ കാര്യം രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ പോലും നിയമപരമായി എത്രത്തോളം സാധ്യതകൾ ഉണ്ട് എന്ന പരിശോധന നടത്തേണ്ടത് വിജിലൻസിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അത് പിന്നീട് തോറ്റു പോകുവാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പരിശോധനകൾ നടത്തുവാനുള്ള സാവകാശമെങ്കിലും വേണ്ടേ കേസെടുക്കാൻ? അല്ല, രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, ഏതൊരു പരാതിയും കൊടുക്കുമ്പോഴേക്കും ആ പരാതിയിൽ സുപ്രീം കോടതിയുടെ പല വിധികളുമുണ്ട്. ആ പരാതിയിൽ ചെയ്ത കുറ്റം അട്രാക്ട് ചെയ്യപ്പെടുന്ന എല്ലാ വകുപ്പുകളും വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഒരാൾ മറ്റൊരു വ്യക്തിയെ കുത്തിക്കൊന്നുവെങ്കിൽ 302 IPS പ്രകാരമുള്ള കുറ്റം പ്രതി ചെയ്തിരിക്കുന്നു നമ്മൾ പരാതിയിൽ പറയേണ്ട ആവശ്യമേ ഇല്ല. ഇറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. മാത്രവുമല്ല, ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സുപ്രഭാതത്തിൽ IPS ഡിഗ്രിയുമായി വന്ന് ഈ തലപ്പത്ത് ഒരു ദിവസം രാവിലെ വന്നതല്ല. അദ്ദേഹം നിരവധി വർഷങ്ങളായി വിജിലൻസ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് വിജിലൻസ് ചെയ്യേണ്ടതെന്നറിയാം. അദ്ദേഹത്തിന് ആ പരാതി കണ്ടാൽ തന്നെ സെക്ഷൻസ് കാണാപ്പാടമായിട്ടുള്ള പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന് എന്തുകൊണ്ട് ഇത്രയും സമയമായി 4-5 ദിവസമായി പരാതി കയ്യിൽ കിട്ടിയിട്ടും ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ, പിണറായി വിജയൻ്റെ മന്ത്രിസഭ അഴിമതിക്കെതിരാണ് ഞങ്ങളുടെ നിലപാടുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്നത്. ഈ ഒരു ജയരാജൻ മാത്രമല്ലല്ലോ, ഇപ്പോൾ CPM-ന്റെ ഉൾപ്പോര് കൊണ്ടാണെങ്കിൽ പോലും പുറത്ത് വരുന്നതൊക്കെ തന്നെ ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. അത് CPM-ലെ ഉൾപ്പോര് കൊണ്ടാണ് എന്ന് താങ്കൾ വിശ്വസിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ വരുന്നത് അനർഹരുടേത് മാത്രമല്ല, അർഹരായവരുടെ നിയമനം പോലും അനർഹം എന്ന രീതിയിൽ പുറത്തു വരുന്നു എന്നാണോ? അല്ല, CPM ഭരണത്തിൽ വന്നു എന്ന് കരുതി CPM-ൽ ആർക്കും ജോലി കിട്ടാൻ പാടില്ല, അവരുടെ മന്ത്രിമാരുടെയോ നേതാക്കന്മാരുടെയോ മക്കളാരും തന്നെ ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം ഞങ്ങൾക്കുള്ളത് നിയമപരമായിട്ടുള്ള, ഇപ്പോൾ റിയാബിൻ്റെ ഒരു യോഗ്യതയും ഇയാൾ ഫുൾഫിൽ ചെയ്തിട്ടില്ല. ആ സുധീർ നമ്പ്യാരെയാണ് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ UDF സർക്കാർ വന്നതിന് നിയമിച്ച എല്ലാവരെയും മാറ്റിയല്ലോ. എന്നാൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവ് വിനയൻ, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. ഇത്തരത്തിലുള്ള നിലപാട് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഞാൻ മറ്റുള്ള എല്ലാ നേതാക്കന്മാരുടെയും അവരുടെ മക്കളുടേതും പേര് ഞാൻ പറയുന്നില്ല. ഈ ചർച്ചയിൽ ഞാൻ അങ്ങനെയൊന്നും വ്യക്തമായ ആരോപണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അനർഹരായവരെ ഈ സ്ഥാനങ്ങളിലേക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണല്ലോ ഒരു ഓർഡർ പുറപ്പെടുവിച്ചത്. MBA ഡിഗ്രി ഉണ്ടാകണം പൊതുമേഖലാ സ്ഥാപനത്തിൽ.